കറക്കി കുത്തി PSCക്ക് റാങ്ക് അടിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നായിരിക്കും പലരുടെയും ചിന്ത. പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്യൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കറക്കി കുത്തി റാങ്ക് അടിക്കേണ്ടതെന്ന്. പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാം. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ടെക്നിക്കുകൾ, അതേപോലെ കണ്ടന്റുകൾ പഠിക്കാനുള്ള എല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കോ, സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കോ. ഞങ്ങളിടുന്ന വീഡിയോസ് ആദ്യം നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. കറക്കി കുത്തി റാങ്ക് അടിക്കാമോ എന്നുള്ളത് PSC പഠിച്ചു തുടങ്ങുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും പരീക്ഷയുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, കറുപ്പിക്കും അല്ലെ, ABBBCCC DDDD ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് കറുപ്പിച്ച് വെക്കും. എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ മൈനസുകളായിരിക്കും കൂടുതൽ, പോസിറ്റീവ് ശരിയായിട്ടുള്ളത് വളരെ കുറവായിരിക്കും അല്ലേ. ഇത് ചെയ്തിട്ടില്ലാത്ത PSC പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും നിങ്ങളുടെ എക്സ്പീരിയൻസ്. മക്കളെ, ഞാൻ പറയുന്ന കറക്കിക്കുത്ത് ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് പോയി അത്തളവിത്തള തവളാച്ചി അടിച്ച് കറക്കി കുത്തുന്ന പരിപാടിയല്ല. ഇത് ഇന്റലിജൻസ് യൂസ് ചെയ്യേണ്ട, കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കേണ്ട, കുറച്ച് കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അതെങ്ങനെയാണ് കറക്കി കുത്തുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. ചുമ്മാണ്ടങ്ങ് കറക്കി കുത്തലല്ല, കുറച്ചുകൂടി ആധികാരികമായി കറക്കി കുത്താണ്. അതിന് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 3 hacks. എന്തിനു വേണ്ടിയിട്ടാ? കറക്കി കുത്താൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ. ഒന്നാമത്തത് 60% കണ്ടന്റ് ആണ്. നിർബന്ധമായും 60% കണ്ടന്റ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്കി കുത്താൻ കഴിയൂ. ചലഞ്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? 60% എങ്കിലും നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ടാവണം. മുഴുവൻ 100% വേണോ നിർബന്ധമില്ല. ചില സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മുന്നിൽ പകച്ചു നിൽക്കും. അത് മുഴുവൻ വായിച്ചിട്ട് ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവാത്ത പോലെ നമ്മൾ ഇരിക്കും. ആ സമയത്ത് 100% അറിവുണ്ടാവണമെന്നല്ല, 60% കണ്ടന്റ് നമുക്കറിയാമെങ്കിൽ ആ 60% വെച്ച് നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം 60% കണ്ടന്റ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. മുഴുവനും അറിയണോ നിർബന്ധമില്ല. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മുഴുവൻ ഉത്തരങ്ങളും അല്ലെങ്കിൽ മുഴുവൻ സ്റ്റേറ്റ്മെന്റുകളും അറിയണമെന്ന് നിർബന്ധമില്ല. ഞാൻ കാണിച്ചു തരാം. ഡെമോ ഇട്ട് ഓരോ ചോദ്യങ്ങൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പകരം 60% കണ്ടന്റ് നിങ്ങളിൽ ഉണ്ടാവണമെന്നുള്ള കാര്യം ഒന്നാമത്തത് മനസ്സിലാക്കുക. 2, യൂസ് ഇന്റലിജൻസ്. ഞാൻ പറഞ്ഞു, ഇന്റലിജന്റ് ആയി ബുദ്ധിപരമായി കളിക്കേണ്ട കളിയാണ് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്. അതുകൊണ്ടാണ് അതിനെ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക് എന്ന് പറയുക. ബുദ്ധിപരമായി, കൃത്യമായി, ബോധ്യത്തോടു കൂടി വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ. അപ്പൊ നിങ്ങളുടെ അറിവിനെ ബുദ്ധിയും കൂടി ചേർത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് വർക്കാകുക. ദെൻ അപ്ലൈ 50-50 റൂൾ. ഇവിടെ നിങ്ങളിത് 50-50 റൂൾ അപ്ലൈ ചെയ്യുന്നത് എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. എലിമിനേഷൻ അതായത് ചില സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണോ ശരിയാണോ എന്ന് കണ്ടെത്തി ഒഴിവാക്കി 50-50% കൊണ്ടെത്തിച്ചാൽ പിന്നെ ഉത്തരം എടുക്കാൻ എളുപ്പമായിരിക്കും. ആ റൂൾ കൂടി നമ്മൾ അപ്ലൈ ചെയ്യും. ഈ 3 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. 1, 60% കണ്ടന്റ് ഉണ്ടാവണം. 2, ഇന്റലിജൻസ് യൂസ് ചെയ്യണം. 3, 50-50 റൂള് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് എലിമിനേഷൻ വെച്ചുകൊണ്ട് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ. ഞാൻ ലൈവ് ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് കറക്കി കുത്തുന്നത് എന്ന്. കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടോടാം. ഇത് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്കല്ല. നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ +2 ലെവൽ പരീക്ഷയ്ക്ക് അതായത് ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ LGS പരീക്ഷയ്ക്കോ അല്ല എങ്കിൽ ബെവ്കോ LD പോലെയുള്ള VFO പോലെയുള്ള പരീക്ഷകൾക്കോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഏത് പരീക്ഷയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഞാനൊരു ചോദ്യം എടുത്തിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിം ഒന്ന് നോക്കാം. ഇത് കഴിഞ്ഞ 56/2025 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ആ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. ശ്രദ്ധിച്ച് കേട്ടോണേ മക്കളെ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഒരു 3 തലങ്ങളുണ്ട്. ആ 3 തലങ്ങൾ ഒന്ന് നോക്കി. ആദ്യത്തേത്, ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഹെഡ് ഭാഗത്തു നിന്നാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? ഇതാണ് ഈ ബോഡിയുടെ, ഈ ചോദ്യത്തിന്റെ ഹെഡ് എന്ന് പറയുക. ഇവിടെയാണ് ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്?
1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗം അല്ലാത്തതാണ് ചോദ്യം. ശരി, ഇതാണ് ചോദ്യകർത്ത ഉദ്ദേശിച്ചത്. ഇനി ഉദ്ദേശിച്ചതിൽ നിന്ന് ശരിയാണോ തെറ്റാണോ വേണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ ഘട്ടം എന്താണ്? ശരിയാണോ തെറ്റാണോ വേണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഭാഗമല്ലാത്തത് സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ശരിയാണോ, ഭാഗമാണോ വേണ്ടത്, ഭാഗമല്ലയോ, ശരിയാണോ വേണ്ടത്, തെറ്റാണോ വേണ്ടത്, അത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഹെഡിൽ നിന്ന് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ശരിയാണോ തെറ്റാണോ വേണ്ടത്. ഇവിടെ ഭാഗമല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സ്വാഭാവികമായിട്ടും തെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതിന് മുൻപ് രണ്ടാമത് പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടാമത് നോക്കി മൂന്നാമത് പോകുന്നത് ഇതിന്റെ ഓപ്ഷൻസിലേക്കാണ്. എങ്ങനെയാണ് ഓപ്ഷൻസ് കിടക്കുക? ഇവിടെ 1 മാത്രം, 3 മാത്രം, 4 മാത്രം, 1, 3, 4 ഒരു ധാരണ ഉണ്ടാക്കി വെച്ചേക്കുക. എന്താണ് ഓപ്ഷൻസ് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് കിട്ടി. നാലാമത്തെ പ്രോസസ്സാണ് മക്കളെ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുക എന്ന് പറയുന്നത്. അവിടെ തന്നെ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തെറ്റ് കണ്ടുപിടിക്കുക, ശരിയല്ല നമുക്ക് വേണ്ട. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ കഴിവ് മറ്റുള്ളവന്റെ കുറവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? മറ്റുള്ളവന്റെ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളും അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നു, തെറ്റ് കണ്ടുപിടിക്കുന്നു. ഈ ചോദ്യത്തിലെ തെറ്റാണ് നമ്മൾ തപ്പി പോകുന്നത്. ശരി നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട, തെറ്റാണ് തപ്പി പോകുന്നത്. അപ്പൊ തെറ്റ് കണ്ടുപിടിക്കുക, അതാണ് നാലാമത്തെ ഭാഗം. ബോഡി ഓഫ് ദ ക്വസ്റ്റ്യൻ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആ 4 സ്റ്റേറ്റ്മെന്റുകളോട് നമ്മൾ പോവാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. അറിയാമോ അറിയത്തില്ലയോ? അവിടെ നിൽക്കട്ടെ. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വാതന്ത്ര്യവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ശരിയായാലും തെറ്റായാലും ഓക്കെ, നമുക്ക് തെറ്റാണ് എന്ന് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. തെറ്റാണോ എന്ന് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ? ശരിയാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ലെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡോമിനനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. നിർബന്ധിക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം കണ്ടീഷനാണ്. ശരിയല്ലേ? ഒരു എക്സ്ട്രീം കണ്ടീഷനാണ്. നിർബന്ധിക്കുക അല്ലെങ്കിൽ ഉറപ്പായും എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രീം സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ എക്സ്ട്രീം പറയുന്ന സിറ്റുവേഷൻസ് ശരിയാവാനാണോ സാധ്യത കൂടുതൽ, തെറ്റാവാനാണോ സാധ്യത കൂടുതൽ? മോസ്റ്റ് ഓഫ് ദ കേസസിലും തെറ്റാവാനാണ് സാധ്യത കൂടുതൽ. ശരിയല്ലേ? നിർബന്ധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ നിർബന്ധിച്ചോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? നാട്ടുരാജ്യങ്ങളെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. അവർക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാമല്ലോ. ഇന്ത്യൻ ഡോമിനനിൽ തന്നെ ചേരണമെന്ന് നിർബന്ധിച്ചോ? ഇല്ല. അപ്പൊ ഏതാണ്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ ആദ്യം 3 സ്റ്റേറ്റ്മെന്റുകളെക്കാൾ വേഗത്തിൽ തെറ്റായിട്ടുള്ള നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടി. നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് അവിടെ നിൽക്കും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് അവിടെ നിൽക്കും. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കും. താഴോട്ട് വാ മക്കളെ, മുന്നോട്ട് വാ. മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ കാണും. ഇവിടെ നാലാമത്തതിലേക്ക് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും 4 തെറ്റാണ്, ഭാഗമല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ളതാണ് നമുക്ക് വേണ്ടത്, തെറ്റായിട്ടുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ദാ ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്യാം. ശരിയല്ലേ? അതിൽ രണ്ടിലും നാലാമത്തെ ഓപ്ഷൻ ഇല്ല. ഇവിടെ 50-50 റൂള് നമ്മൾ പഠിച്ച മൂന്നാമത്തെ കണ്ടീഷൻ വരികയാണ്. 50-50 റൂൾ വന്നു. 2 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളതെന്ന് മനസ്സിലായി. ഒന്നെങ്കിൽ സി ആണ്, അല്ലെങ്കിൽ ഡി ആണ്. നോക്കിയേ, ഇവിടെ 4 മാത്രമുള്ളൂ. ഇവിടെ 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഞാൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വീണ്ടും പോയി. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് എന്ന് പറയുന്നു. ശരിയല്ലേ? മൗണ്ട് ബാറ്റൺ പദ്ധതിയിലൂടെ തന്നെയാണ് പാസ്സാക്കിയത്. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്ഷൻ 1 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി എടുക്കാൻ കഴിയില്ല. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് എന്ന് പറയാം. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? എന്താ കണ്ടീഷൻ നമ്മൾ നോക്കിയേ. ആദ്യം ഹെഡ് വായിച്ചു, രണ്ടാമത് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തി, മൂന്നാമത് ഓപ്ഷൻസ് ഒന്ന് നോക്കി, നാലാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്തേ? ബോഡി വായിച്ചു, തെറ്റ് കണ്ടെത്തി, തെറ്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ 50-50 ആയി. ദെൻ നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി പെട്ടെന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റി. ബാക്കി 3 ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ള ഒന്ന് പിക്ക് ചെയ്താൽ മതി. വളരെ വേഗത്തിൽ പിക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അത് ഒഴിവാക്കി ഉത്തരം ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ വന്നു. സിമ്പിൾ അല്ലേ? വളരെ വേഗത്തിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് സമയം എടുത്തു.
അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്താ. പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താ, കുറെ കൂടി വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ ചോദ്യം നോക്കൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. ഒന്നാമത് ഹെഡ് നോക്കി, നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതാണ് ഹെഡ്. ഒന്നാമത്തത് ഇവിടെ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തി. നമുക്ക് വേണ്ടത് ശരിയാണ്. രണ്ടാമത്തെ പ്രൊസീജിയർ നമ്മൾ ചെയ്തു, ശരിയാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്ഷൻസിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ സ്റ്റേജ് 1 2 4 2 3 4 1 3 4 മുകളിൽ പറഞ്ഞവയല്ല. ഈ രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ്സിനെ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം കോമൺ ആയിട്ട് 4 ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ എല്ലാം എന്തുണ്ട്, കോമൺ ആയിട്ട് 4 ഉണ്ട്. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഉറപ്പായിട്ടും ശരിയായിരിക്കും. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. അത് ശരിയാണ്, കാരണം എല്ലാ ഓപ്ഷൻസിലും 4 ഉണ്ട്. അപ്പൊ ആ 4ലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇനി അടുത്ത് നോക്കിയാൽ മതി. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. അതൊരു ഡേറ്റ് വെച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റാണ്. നമുക്ക് അത്ര അങ്ങോട്ട് ധാരണയില്ല, അറിയില്ലെന്ന് വിചാരിക്കുക, സ്കിപ്പ് ചെയ്യുക. അടുത്തതിലേക്ക് വരിക. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയും നമുക്ക് അത്രയും ധാരണയില്ല എന്ന് വിചാരിക്കുക, അറിയില്ല. നോക്കിയേ, ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. നോക്കിയേ മക്കളെ, നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ എന്താ? സഹകരിക്കാതിരിക്കുക. ഗാന്ധിജിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക, ഏതു വിധേനയും പോയിട്ട് അവരോട് മല്ലിടുക എന്നുള്ള ഒരാശയം ഇതിൽ പറയുന്നുണ്ടോ? ഇല്ല. വളരെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രവർത്തിക്കാൻ പാടുള്ളൂ. സ്വയംഭരണം എന്ന് പറയുന്ന ലക്ഷ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഇന്റലിജൻസ് യൂസ് ചെയ്തു അല്ലേ, ഗാന്ധിജിയുമായി കണക്ട് ചെയ്ത്. നമുക്ക് അറിയാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ഗാന്ധിജിയുമായി കണക്ട് ചെയ്ത് ഇന്റലിജൻസ് യൂസ് ചെയ്തു. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടിയില്ലേ? 3 തെറ്റാണെങ്കിൽ നമ്മൾ എലിമിനേഷൻ യൂസ് ചെയ്യുന്നു. നമുക്ക് ശരിയാണ് വേണ്ടത്. ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്തു, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്തു, ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്തു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ സിമ്പിളാ. ഒറ്റ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് കണ്ടെത്തി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുക പോലും ചെയ്യുന്നില്ല. 1 2 3 ചെയ്തു. 4 ശരിയാണ് നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്താ, ഇനി വായിക്കണ്ട, ഓപ്ഷൻസിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്യാണ് നമ്മൾ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടെത്തി, എലിമിനേഷൻ യൂസ് ചെയ്തു. ഓപ്ഷൻ എ ശരി ഉത്തരം. എങ്ങനെയുണ്ട്? കിട്ടുന്നുണ്ടോ? വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? അറിയാവുന്ന സ്റ്റേറ്റ്മെന്റുകൾ മാത്രം ഉപയോഗിച്ച്, അറിയാവുന്ന അറിവുകൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഉത്തരത്തിലേക്ക് എത്തിയാണ്. അടുത്ത ചോദ്യം ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ കിട്ടും. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെ? ബോഡി വായിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തി. സത്യമായ എന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തി. അടുത്ത മൂന്നാമത്തത് ബോഡി ഓപ്ഷൻസ് വായിച്ചു, 1 മാത്രം, 1 3 1 2 1 3 4 ദെൻ 3 4. അതിൽ കോമൺ ആയിട്ട് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, അത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്, നമുക്ക് മനസ്സിലായി. ശരി, ചോദ്യം ശരിയായിട്ടുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ബോഡിയിലേക്ക് വന്നു. നാലാമത്തെ സ്റ്റേജ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. അതൊരു ശരിയായ പ്രസ്താവനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ ആണേ? പക്ഷെ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, നിങ്ങൾ ഇത് ആദ്യമായി കാണുന്ന, നീതി ആയോഗ് പഠിച്ചിട്ടേ ഇല്ലെന്ന് വിചാരിക്കുക. അടുത്തതിലേക്ക് പോയേ, പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധിയുണ്ട്. നമുക്കറിയില്ല, നമ്മളത് കേട്ടിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അടുത്തതിലേക്ക് വരിക. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. അറിയേണ്ടതാണ്. നീതി ആയോഗ് പഠിച്ചിട്ടില്ല, അറിയില്ല. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. മക്കളെ, ഇത് നിങ്ങൾക്ക് ഗസ് ചെയ്യാനെങ്കിലും പറ്റും. നീതി ആയോഗ് ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴോ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് കണ്ടെത്തി. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തി. ശരിയാണോ? അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് നമ്മൾ പഠിച്ച ഒരിടത്തും പറഞ്ഞില്ല. സിവിക്സിൽ പറഞ്ഞില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞില്ല, എക്കണോമിക്സിലും പറഞ്ഞില്ല. ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം, പക്ഷേ എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതെങ്കിലും 60% അറിവുണ്ട് എങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. 60% നോളജ് നമുക്ക് വേണം. ക്ലിയർ? അപ്പൊ 4 തെറ്റാണെന്ന് കിട്ടി. 4 തെറ്റാണെങ്കിൽ ശരിയാണ് നമുക്ക് വേണ്ടത്. 4 എലിമിനേറ്റ് ചെയ്യാമല്ലോ. ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്തു, ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്തു. 50-50 റൂളിലേക്ക് എത്തിയോ? 50-50 റൂളിലേക്ക് എത്തിയില്ലേ? 50-50 റൂളിലേക്ക് എത്തിയില്ലേ? ഇനി നിങ്ങൾ ശരിയായിട്ടുള്ളത് നോക്കിയാൽ മതി. നോക്കിയേ, ഇവിടെ 2 ഒന്നുണ്ട്. 2 ഒന്നുള്ള സ്ഥിതിക്ക് 1 ശരിയാണ്. നമ്മളിനി 1ലേക്ക് പോവണ്ട. 1 ശരിയാണ് നമുക്ക് കിട്ടി. 1 ശരിയാണ്, കാരണം 2 ഒന്നുണ്ട്. ഇനി 3 മാത്രം നോക്കിയാൽ പോരെ. 2 ഇനി എക്സ്ട്രാ വായിക്കണ്ട, 3 മാത്രം. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രി ഉൾപ്പെടുന്നു. ശരിയാണ്.
ശരിയാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സൂപ്പർ നോട്ട്സ് പറയുന്നത്, നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ബാച്ചുകളിലും, ഏത് ബാച്ച് ആണെങ്കിലും അവിടെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഇട്ടിട്ടുണ്ട്. എന്തിനായിട്ടേക്കുന്നത് മക്കളെ? ഇതുകൊണ്ടായിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും, നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് എങ്ങനെയാ ഓപ്ഷൻസിലേക്ക് എത്തേണ്ടതെന്ന് മനസ്സിലാകും. ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ ബാച്ചിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ ബാച്ചസിലേക്ക് വന്നാൽ നിരന്തരമായിട്ട് അധ്യാപകർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പോർഷൻസ് കഴിയുമ്പോൾ കുറച്ച് കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിയതിനു ശേഷമേ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, 60% കണ്ടന്റ്. അതിന് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് നമ്മൾ പഠിച്ച് എത്തുകയാണ് ചെയ്യുക. അപ്പൊ അത്രയും കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അധ്യാപകർ മാറി വന്ന് പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എത്ര ചോദ്യങ്ങൾ ചെയ്യാമോ അത്രയും ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് അപ്ഗ്രേഡ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഉത്തരം കിട്ടി, ഓപ്ഷൻ ബി ആണ്. അടുത്ത നിങ്ങൾ ചെയ്തേ, നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 8281 223366 ഇതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഈ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം, അടിപൊളിയായിട്ട്. അടുത്ത നോക്കിയേ, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ബോഡി വായിച്ചു, ഹെഡ് വായിച്ചു, അതിൽ രണ്ടാമത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തി. ശരിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ശരിയാണ്. നമ്മളിനി ഓപ്ഷൻസ് ആണ് നോക്കുക. മൂന്നാമത് എയിൽ 1 മാത്രം, ബിയിൽ 2 മാത്രം, 2 4 മാത്രം, ഓപ്ഷൻ ഡിയിൽ 1 2 4 മാത്രം. ക്ലിയർ അല്ലേ? പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഇല്ല, എങ്കിലും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നോക്കി, നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്. ഓക്കെ, എന്നാൽ നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്നും മാത്രമാണ് ഈടാക്കുന്നത്. മക്കളെ, അത് വായിക്കുമ്പോൾ അവിടെയും ഒരു എക്സ്ട്രീം കണ്ടീഷൻ ഉണ്ട്. നോക്കിയേ, മാത്രമാണ് ഈടാക്കുന്നത്. ആ ടേം മാത്രം നോക്കി. നിങ്ങൾക്ക് ഈ ചോദ്യം ഒന്നും അറിയില്ല കേട്ടോ, ഈ ചോദ്യം ഒന്നും അറിയില്ല, നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്നും അറിയില്ല. എക്സ്ട്രീം കണ്ടീഷൻ ഉണ്ട്. നോക്കിയേ, മാത്രമാണ്. ഒന്ന് നോക്കിയടാ, നികുതി ഏതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ്. ഇനി നികുതി ഏതരം എന്ന് പറയുന്ന വാക്കിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത്, നികുതി ഏതരം, നികുതി അല്ലാത്ത വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമേ വാങ്ങുകയുള്ളൂ. നികുതി അല്ലാത്ത വരുമാനം അല്ലേ പോലീസ് കളക്ട് ചെയ്യുന്ന പെറ്റി, അത് ബിസിനസ്സിൽ നിന്നാണോ വാങ്ങുന്നത്? അല്ലെങ്കിൽ മറ്റേ ഫീസ്, പല സർവീസുകൾക്കുള്ള ഫീസ് നികുതി ഏതരമല്ലേ, അത് ബിസിനസ്സിൽ നിന്ന് മാത്രമാണോ വാങ്ങുന്നത്? ലോജിക്കാണ്, ഇന്റലിജൻസ് ആണ്. നിങ്ങൾക്ക് അറിവ് വേണ്ട ഈ ചോദ്യം ചെയ്യാൻ. ഇന്റലിജൻസ്, വെറും ഇന്റലിജൻസ് യൂസ് ചെയ്താൽ മതി. പക്ക ഇന്റലിജൻസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് തെറ്റല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ചോദ്യം ശരിയാണ്, പക്ഷെ തെറ്റ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ തെറ്റുള്ള ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം ഒന്നുണ്ടാവാൻ പാടില്ല എങ്കിൽ ഓപ്ഷൻ എയും പോയി, ഓപ്ഷൻ ബിയും പോയി. 50-50 ആയില്ലേ? ഒറ്റ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾ 50-50 റൂളിലേക്ക് എത്തിയോ? സിമ്പിൾ ടെക്നിക്, ഇന്റലിജൻസ് യൂസ് ചെയ്തു, 50-50 റൂളിലേക്ക് എത്തി. നെക്സ്റ്റ് എന്താ? അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? 2 രണ്ടിലുമുണ്ട്. ഓപ്ഷൻ ബിയിലും സിയിലും 2 ഉണ്ട്. ഇനി 2നെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട, 2നെ പറ്റി ആലോചിച്ച് സമയം കളയണ്ട. 2 വിട്ടേക്ക്, 2 ശരിയാണ്. നിങ്ങൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് വായിക്കണ്ട, സ്റ്റേറ്റ്മെന്റ് വായിക്കാണ്ട് തന്നെ ഉറപ്പിച്ചു 2 ശരിയാണ്. ഞാൻ പറഞ്ഞുതരാം, കണ്ടോ? സിമ്പിൾ. ഇനി മൂന്നാമത്തത് വായിച്ചാൽ മതി. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധിത പേയ്മെന്റുകളാണ് എന്നാ പറഞ്ഞേക്കുന്നത്. അടുത്ത എക്സ്ട്രീം കണ്ടീഷൻ, സോറി ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല. 3 നിങ്ങൾ വായിക്കണ്ട, 3 2ലും ഇല്ല. 3ഉം വായിക്കണ്ട, 2ലും ഇല്ല. കാരണം എന്താ? 3 തെറ്റാ, 2 ഓപ്ഷൻസിലും 3 ഇല്ല. 3 എലിമിനേറ്റ് ചെയ്യും, 3 വിട്ടുകളാ, 3ഉം വായിക്കണ്ട, 4 മാത്രം വായിച്ചാൽ മതി. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലും 2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കൂ, 2 നമ്മൾ വായിക്കൂല. നമ്മുടെ സമയം എത്ര ലാഭിച്ചു? സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ സമയം കൊണ്ടുപോയോ? കൊണ്ടുപോയില്ല. നോക്കിയേ, നികുതിയേതര വരുമാനത്തിൽ പിഴകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉൾപ്പെടുന്നു, എന്നാൽ പലിശ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. നികുതിയേതര വരുമാനത്തിൽ തന്നെയല്ലേ പലിശ ഉൾപ്പെടുക? ഗവൺമെന്റ് പലിശ കൊടുത്തു, അതിന് പലിശ വന്നു, ഉൾപ്പെടുത്തത്തില്ലേ? അപ്പം 4ഉം എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ശരി. സിമ്പിൾ. 2 സ്റ്റേറ്റ്മെന്റ് നോക്കിയുള്ളൂ. എങ്ങനെയുണ്ട്? കിട്ടുന്നുണ്ടോ? ഒരെണ്ണം ഇവിടെ നോക്കിയടാ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട് ശരിയായത്? ഒന്നാമത് വായിച്ചു, ഉത്തരം കണ്ടെത്തി, ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തി. രണ്ടാമത് ഓപ്ഷൻസ് നോക്കി, only 1 1 2 3 all of the above. ശരി, കണക്ഷൻ ഒന്നുമില്ല, നമുക്ക് വരാം. ഒന്നാമത്തേത് 1985 ഭരണഘടനയിൽ ചേർത്തു. അറിയില്ലെന്ന് വിചാരിക്കും, വർഷമാണ് വേണ്ട. 52ാം ഭേദഗതി നിയമമാണ്, അതറിയാമല്ലോ. 60% ബേസിക് ആയിട്ടുള്ള അറിവ് പഠിക്കുമ്പോഴേ ഈ 52 നിങ്ങൾക്ക് കിട്ടും.
എടാ അത് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ രണ്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ളതാ കണ്ടുപിടിക്കണ്ടേ. ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. 50-50 50-50. അടുത്ത നോക്കിയേ, 10ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാമല്ലോ, 10ാം ഷെഡ്യൂളാണ്, 60% കിട്ടും. അപ്പം 3ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ 2ഉം 3ഉം വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. 1ാമത്തെ വർഷം നിങ്ങൾ അറിയണ്ട, 1ാമത്തെ വർഷം 60% നിങ്ങൾ പഠിക്കണ്ട, ബാക്കി 2 നിങ്ങൾ പഠിക്കും 60%. കിട്ടുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? നോക്കിയേ, ലാൻ വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? സിമ്പിൾ, വേഗം കണ്ടുപിടിക്കാം. 1ാമത് ഞാൻ ഇത് വായിച്ചു, ശരിയാണോ തെറ്റാണോ നോക്കി, ശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. 2ാമത് നോക്കി, ഓപ്ഷൻസ് നോക്കി, 1 2 2 3 3 4 1 4, പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല, വിട്ടേക്കാം. 1ാമത്തെ ഓപ്ഷൻ, വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം കവർ ചെയ്യുന്നു, അറിയില്ല, പോട്ടെ. ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്, വിട്ടേക്ക്. വാനിന് ലാനിനേക്കാൾ വില കുറവാണ്, അതും വേണ്ട, വിട്ടേക്ക്. ലാനിന്റെ പൂർണ്ണരൂപം ലാർജ് ഏരിയ നെറ്റ്വർക്ക് ആണ്, അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ലാൻ എന്നറിയാത്ത ആരാണ് BSc പഠിക്കുന്നത്? 60% ഉൾപ്പെടുന്നതല്ലേ? അപ്പം 4 തെറ്റാണ്, ശരിയായതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 4 എലിമിനേറ്റ് ചെയ്തു. 50-50 ആയോ? വാന്റെ ഫുൾ ഫോം എന്താ? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലാൻഡിന്റെ ഫുൾ ഫോം എന്താ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പം ലാനിനേക്കാൾ വലുതാണ് വാൻ എന്നുള്ളതിന് ഇനി എന്തെങ്കിലും കാര്യം വേണോ? വേണ്ട, 1 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ അല്ലേ ശരി ഉത്തരം? ഓപ്ഷൻ എ അല്ലേ ശരി ഉത്തരം? സിമ്പിൾ ആണോ? ക്ലിയർ ആണോ? കിട്ടിയോ? ഇതാണ് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. മക്കളെ, ഇതിൽ കൂടുതലായിട്ടുള്ള സീരീസ് ഞാൻ ഇനി ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തു. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഡീകോഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ വരുന്നുണ്ട് ഓരോരോ എപ്പിസോഡായിട്ട്. വേണമെങ്കിൽ ഇനി ചെയ്യണമെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. 1ാമത്തെ കാര്യം അതാണ്, താഴെ നിങ്ങളുടെ കമന്റ് വേണം. നിങ്ങൾ മാക്സിമം ആളുകൾ കമന്റ് ചെയ്താലേ ഞാൻ ഇത് ചെയ്യുള്ളൂ. 2ാമത്തേത്, ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. അവരും കമന്റ് ചെയ്യുന്നത് കാണണം. പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാം. 3ാമത്തേത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഈ ചാനലിൽ പരമാവധി സബ്സ്ക്രിപ്ഷൻ വന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അനലിറ്റിക്സ് ഞാൻ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ സീരീസ് ഇനി കണ്ടിന്യൂ ചെയ്തു പോകാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ വെക്കുന്നത്. ഡിഗ്രി ലെവൽ സൂപ്പർ സക്സസ് ബാച്ച് നമ്മൾ ഫെബ്രുവരി 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടന്റ് കിട്ടിയാൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, പരമാവധി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ നിങ്ങൾ ചെയ്യും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, SPCID, ജയിലർ, ഈ 6 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ബാച്ചാണ്. പ്രിലിംസ്, മെയിൻസ്, സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഇതിൽ കിട്ടും. പരമാവധി ചോദ്യങ്ങളിലൂടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാ. 8281 22 33 66 ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതിയടാ. ഫെബ്രുവരി 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കളയാൻ സമയമില്ല, പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഇതേപോലെ പഠിച്ച് കിടുക്കനായിട്ട് നമുക്ക് പോകാം. താങ്ക് യു സോ മച്ച്.